45 ലക്ഷം രൂപയുടെയും 50 ലക്ഷം രൂപയുടെയും ചെക്കുകൾ, ആ ചെക്കുകളിൽ ഡേറ്റ് ഇടാൻ പാടില്ല. അങ്ങനെ ചെക്ക് കൊടുക്കുക, ഒന്നാമത്തെ കാര്യം. അങ്ങനെ ചെക്ക് കൊടുത്താൽ മാത്രമേ ശബരിമലയിൽ മേൽശാന്തിയാകാൻ കഴിയുകയുള്ളൂ. താഴേക്ക് കീഴ്ശാന്തിമാരാകുന്നവരെല്ലാവരും ഇതുപോലെ ചെറിയ തുകയ്ക്കുള്ള ചെക്കുകൾ കൊടുക്കണം, വലിയ തുകയ്ക്കുള്ളതും കൊടുക്കണം, ചെറിയ തുകയ്ക്ക് കൊടുക്കണം. മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും തന്നെ തയ്യാറാണ്. അവർ ഒരു പരാതിയും ഇതുവരെ പറഞ്ഞിട്ടില്ല. അയ്യൻ്റെ കാര്യത്തിലായതുകൊണ്ട് അവർ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പുറത്തേ പറഞ്ഞിട്ടില്ല. ഇത് തന്ത്രിക്കറിയാം, ദേവസ്വം ബോർഡിനറിയാം, ബോർഡ് അംഗങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, അവിടെ വരുന്ന തേങ്ങ എന്ന് പറയുന്ന വസ്തു വരുന്നുണ്ട്. അവിടെ തേങ്ങ വരുന്നുണ്ട്. 45 ലക്ഷമൊക്കെയാണ് തേങ്ങ വരുന്നത്. അതിൻ്റെ തുക എത്ര? 1.5 കോടിയാണ്. 45 ലക്ഷമല്ല, 1.5 കോടിയാണ്. 1.5 കോടി തേങ്ങ വരുന്നുണ്ടെന്ന് പറയുന്നത്. അതിൻ്റെ വില എത്രയാണ്? 40 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള, അല്ലെങ്കിൽ 60 ലക്ഷം വരെയുള്ള, 60 കോടി വരെയുള്ള തുകയുടെ തേങ്ങ അവിടെ വരുന്നുണ്ട്. കൊട്ടേഷൻ. ഇന്നലെ കേൾക്കുന്ന മറ്റൊരു വളരെ സുപ്രധാനമായ വാർത്ത, ശബരിമലയുടെ ഓഫ് സീസൺ വരുമ്പോൾ സീസണിലേക്ക് 1500 രൂപ കൊടുത്ത് അവിടുത്തെ ഒരു ഉന്നതൻ റൂം ബുക്ക് ചെയ്യും. അങ്ങനെ ശബരിമലയിലെ ഗസ്റ്റ് ഹൗസും പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുമൊക്കെ 1500-2000 രൂപ കൊടുത്ത് സ്വാധീനം ഉപയോഗിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം അത് 4 ലക്ഷം രൂപയ്ക്ക് വരെയാണ് ആളുകൾക്ക് കൊടുക്കുന്നത്, മുതലാളിമാർക്ക് കൊടുക്കുന്നത്. ഇതൊരു കൊള്ള സംഘമാണോ? ഗൂണ്ടാ സംഘമാണോ? അവിടെ ഒരു വിജിലൻസ് ഓഫീസർ ഇതൊക്കെ കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു, തല്ലി, അദ്ദേഹത്തിന് എല്ലാവിധ നിഷേധവും കൊടുത്തു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഹെൽപ്ലെസ് ആണ്. ദേവസ്വം വിജിലൻസ് എന്നൊക്കെ പറയുന്ന 2-3 ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെ 1250 ക്ഷേത്രങ്ങളിലെ മോഷണം കണ്ടുപിടിക്കണമെന്നോ അല്ലെങ്കിൽ കൊള്ള കണ്ടുപിടിക്കണമെന്നോ ദേവസ്വം ബോർഡിൻ്റെ കൊള്ള കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അതുകൊണ്ട് അവർ ശബരിമലയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോഴാണ് എന്താണ്, ഭണ്ഡാരത്തിൽ ഇറങ്ങാൻ കഴിയില്ല. എല്ലാ ദിവസവും 35 മുതൽ 40 ലക്ഷം രൂപ വരെ ധനലക്ഷ്മി ബാങ്കിലേക്ക് പോകും. എന്തേ SBI പോലുള്ള വളരെ പ്രമുഖ ബാങ്കിലിട്ടില്ല? ഈ ധനലക്ഷ്മി ബാങ്കിൽ പോകുന്നതിൽ 2 തരത്തിൽ പണം പോകുമെന്ന് പറയുന്നത്. ഒന്ന് ബാങ്കിൻ്റെ ദേവസ്വം ബോർഡ് അക്കൗണ്ടിലേക്കും, പിന്നെ ഒന്ന് വ്യക്തികളുടെ അക്കൗണ്ടിലേക്കും പോകുന്നതാണ്. 10 ലക്ഷം, 15 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ പ്രധാന അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട്, വേറെ പേഴ്സണൽ അക്കൗണ്ടുകളിലേക്ക് പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ PSC മെമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനോ മെമ്പറൊക്കെ ആവുന്നതിനേക്കാൾ എത്രയോ വലിയ കൊള്ള നടത്താൻ പറ്റുന്ന സ്ഥലമാണ് ശബരിമല. അപ്പോൾ ദേവസ്വം ബോർഡ് മെമ്പറായാൽ മതി. ഒരു പ്രാവശ്യം ദേവസ്വം ബോർഡ് മെമ്പറോ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ ആയാൽ കൽപ്പാന്ത കാലത്തേക്കുള്ളത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ശബരിമല നൽകുന്ന പാഠം. ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും, അത് നെയ്യെടുത്താലും കർപ്പൂരമെടുത്താലും അവിടെ കൊടുക്കുന്ന ഏലക്ക എടുത്താലും, ശബരിമല അയ്യന് ഇഷ്ടപ്പെട്ട എന്ത് സാധനം ഉണ്ടാക്കുന്നതിലും കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും കോടികളുടെ അഴിമതിയാണ് കേൾക്കുന്നത്. ഈ കോടാനുകോടി രൂപയുടെ അഴിമതി. ഇപ്പോൾ ഈ പാളി എടുത്തുകൊണ്ട് പോയ കഥ, അത് സ്വർണം കൊണ്ടുപോയി സ്വർണം വിറ്റിട്ട് അതിന് സമാന്തരമായ ചെമ്പ് വാങ്ങി അത് പൂശി, എന്തൊക്കെയാണ് കേൾക്കുന്നത്? എത്ര കാര്യങ്ങളാണ് കേൾക്കുന്നത്. എന്തായാലും നാളിതുവരെ ഇതൊന്നും അറിയാതിരുന്നല്ലോ എന്നുള്ളതാണ് സങ്കടകരം. പക്ഷേ ആഗോള അയ്യപ്പ സംഗമമൊക്കെ വന്ന് വളരെ വലിയ തോതിൽ ശബരിമലയെക്കുറിച്ചുള്ള ഹൈപ്പൊക്കെ വന്നപ്പോൾ തന്നെ അയ്യൻ ഇത് പുറത്തെടുത്തിട്ടതായിരിക്കും. അയ്യപ്പൻ്റെയും കൂടി സഹായത്താൽ ഇത് പുറത്ത് വന്നതായിരിക്കും. എത്ര വിഷയങ്ങൾ. എന്നിട്ട് ഇന്ന് കലാകൗമുദി പത്രത്തിൽ ഒരു പ്രവാസി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വ്യവസായിയാണ്, പ്രവാസിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. എന്തായാലും ലേഖനം മനോഹരമായ ലേഖനമാണ്, കലാകൗമുദിയിലാണ്, ഞാൻ ഓൺലൈനിൽ വായിച്ചതാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, കേരളം ചത്തുപോയോ, കേരളം മരിച്ചുപോയോ, എവിടെ സാംസ്കാരിക നായകർ, എവിടെ സാമൂഹ്യ പ്രവർത്തകർ, എവിടെ സമുദായ നേതാക്കൾ, NSS എവിടെ, SNDP എവിടെ, KPMS എവിടെ, വിശ്വാസി സമൂഹം എവിടെ, രാഷ്ട്രീയ പാർട്ടികൾ എവിടെ? വല്ലാത്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരു പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് കേരളത്തെ നോക്കിക്കാണുന്നത്, പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് കേരളത്തെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്കെന്തു പറ്റി? എൻ്റെ നാടിനെന്തു പറ്റി? അവിടെ ഒരാളും ഇത് ചോദിക്കാനില്ലയോ?
ഒരു തെരുവിലും ഒരു സാംസ്കാരിക നായകനും ഇറങ്ങി ഒരു അഭിപ്രായവും പറയുന്നില്ലല്ലോ. അപ്പോൾ അയ്യപ്പൻ്റെ സ്വത്ത്, അയ്യൻ്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോകുന്ന, പച്ചയ്ക്ക് പകലെടുത്തുകൊണ്ട് പോകുന്ന, പട്ടാപ്പകലെടുത്തുകൊണ്ട് പോകുന്ന കൊള്ള നടന്നിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ, അത് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരെയും കൊണ്ടുവരണമെന്ന് പറയാൻ എന്തുകൊണ്ട് നമ്മുടെ കേരള സമൂഹം പറയുന്നില്ല, ചിന്തിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ എന്തൊത്തുതീർപ്പിലാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനും ഉണ്ടാക്കാൻ പോകുന്ന അന്തർധാരകളുടെയും അങ്ങനെ രൂപപ്പെടുത്താൻ കഴിയുന്ന രാഷ്ട്രീയ സീറ്റുകളുടെയും എണ്ണത്തിൻ്റെ പുറത്ത് ശബരിമല വിട്ടുപോയതാണോ? ശബരിമല എന്ന് പറയുന്നത് ഇത്രയധികം കൊള്ളിവയ്പും എന്ന് വേണമെങ്കിൽ പറയാം. ശബരിമലയിൽ പണ്ട് കൊള്ളിവയ്പ് നടന്ന ഒരു ക്ഷേത്രത്തിൽ, ഇന്ത്യയിലെ ഏത് ക്ഷേത്രമായിരുന്നെങ്കിലും അവിടെ വലിയ കലാപമുണ്ടാകുമായിരുന്നു. കേരളത്തിൽ കലാപമൊന്നും ഉണ്ടാക്കണമെന്നില്ല, സമാധാനപരമായിട്ടെങ്കിലും ഈ കാര്യങ്ങളോട് പ്രതികരിക്കാൻ തെരുവിലിറങ്ങി സമരം ചെയ്യണമെന്നോ, നാമജപ ഘോഷയാത്ര നടത്തണമെന്നോ, സർക്കാരിനെ തെറി പറയണമെന്നോ, സർക്കാരിനെതിരെ പ്രവർത്തിക്കണമെന്നോ ഒന്നുമില്ല. പക്ഷേ ഒരു സ്വാഭാവിക ശരാശരി മലയാളി എന്നുള്ള നിലയിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയല്ലോ. ഇതിനൈക്യപ്പെട്ട് നിൽക്കുകയാണോ? ഈ കൊള്ള കിട്ടുന്നതിൽ നമുക്കും കിട്ടണം പണം, ദീപച്ചമ്പം, മഹാശ്ചര്യം എന്ന നിലയിൽ സാംസ്കാരിക ലോകം, സാമൂഹ്യ ലോകവുമൊക്കെ അധപ്പതിച്ചു പോയോ എന്നാണ് ആ പ്രവാസിയുടെ ചോദ്യം. അതൊരു വല്ലാത്ത ചോദ്യമാണ്. കേരളത്തിൽ ഇത്രയധികം കൊള്ള വർഷങ്ങളോളം, എത്ര വർഷം കൊണ്ട്, 2008, 2009 മുതൽ എത്ര വർഷമായി ഇത് നടക്കുന്നു. 1998 മുതൽ അവിടെ 99 മറ്റോ ആണ് വിജയമല്യ ഇത് കൊടുക്കുന്നത്. അന്ന് മുതൽ ഉണ്ട്, അതിനു മുമ്പും ഈ കൊള്ളകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മേൽശാന്തിയുടെ നിയമനത്തിൽ, കീഴ്ശാന്തിമാരുടെ നിയമനത്തിൽ, അവിടുത്തെ ഓരോരുത്തരുടെ നിയമനത്തിലും കോടികളാണ്, ലക്ഷങ്ങളാണ് തിരിമറിയുന്നത്. എങ്ങനെ ഇത് സാധിക്കുന്നു? ഒരു ക്ഷേത്രത്തിൽ, ഒരു ഭഗവാന്റെ സന്നിധാനത്തിൽ ഇത് ചെയ്യാൻ കാണിക്കുന്ന മനസ്സ്, അമ്പലങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ദേവസ്വം ബോർഡ് അംഗങ്ങളോടും ദേവസ്വം കമ്മീഷണറോടും ദേവസ്വം പ്രസിഡൻറ്റിനോടും ഇനി വരാനിരിക്കുന്ന കമ്മീഷണർമാരോടും അംഗങ്ങളോടും പ്രസിഡന്റുമാരോടൊക്കെ പറയട്ടെ, നിങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞും മെമ്പർമാരെന്ന് പറഞ്ഞും പല ക്ഷേത്രങ്ങളിലും പോയി നിങ്ങൾ പലതും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ശിലാഫലകങ്ങളിൽ നിങ്ങളുടെ പേര് കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളവരുടെ ഫംഗ്ഷന് പോകുമ്പോൾ, പാവപ്പെട്ട അമ്മമാർ ആരതി ഒഴിഞ്ഞ്, അമ്മമാർ നിങ്ങൾക്ക് സിന്ദൂരം തൊട്ട്, നിങ്ങളുടെ പലരും നിങ്ങളുടെ പാദം തൊട്ട് നമിച്ച് നിങ്ങളെ പൂജ ചെയ്ത്, നിങ്ങളെ ഭഗവാന്റെ പ്രതിനിധികളായി, ഭഗവാനെ രക്ഷിക്കാൻ വന്നവരായി, ഭഗവാനെ സംരക്ഷിക്കാൻ വന്നവരായി, സാന്ദർഭികമായി പറയട്ടെ, ഭഗവാൻ ആരുടെയും രക്ഷ ആവശ്യമില്ല, സംരക്ഷണവും സുരക്ഷയും ആവശ്യമില്ല, അങ്ങനെ വന്നവരായി കണക്കാക്കി നിങ്ങളെ പൂജിച്ച്, ശബരിമലയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടല്ലാതെ, അമ്പലങ്ങളിൽ വരികയാണെങ്കിൽ അവിടുത്തെ ദേവനെയും ദേവിയെയും വിളിച്ചുകൊണ്ടല്ലാതെ അമ്മമാരും സഹോദരന്മാരും ആരായാലും നിങ്ങളെ സ്വീകരിക്കാറില്ല. അത്ര പവിത്രമായ ഒരു ലോകത്ത് നിങ്ങൾക്കെങ്ങനെ മനസ്സ് വന്നു ഇത് ഉളുപ്പില്ലാതെ ഇത് അടിച്ചു മാറ്റുവാനും? എന്നിട്ട് ചാനലുകളിലും പത്രങ്ങളിലും വന്നിരുന്ന് തള്ളി മറിച്ച് ഡിഫെൻഡ് ചെയ്ത്, അയ്യോ എൻ്റെ കാലത്തല്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ, എനിക്കിതിൽ പങ്കില്ലേ, എനിക്കല്ല പങ്ക്, എൻ്റെ മുകളിലുള്ളവർക്കാണ്, താഴെയുള്ളവർക്കാണ്. പത്മകുമാറിനെ പോലെയുള്ള ദേവസ്വം പ്രസിഡന്റുമാർ വന്ന് പറയുന്നതിന് വല്ലാത്ത ഉളുപ്പ് വേണം, വല്ലാത്ത ഉളുപ്പ്. വീട്ടിൽ കള്ളൻ മോഷണം പോയെങ്കിൽ വീട്ടുകാരൻ എന്ത് വേണമെന്നാണ് ചോദിക്കുന്നത്. വീട്ടുകാരൻ എന്ത് വേണമെന്ന് ചോദിച്ചാൽ മോഷണം പോകാതെ കാര്യങ്ങൾ സൂക്ഷിക്കാനാണ് സർക്കാർ സംവിധാനത്തിൽ ഇത്രയും പണവും കാറും വെഹിക്കിളും ഒരുപാട് സംവിധാനങ്ങളും സ്റ്റാഫുമൊക്കെ തന്ന് പാവപ്പെട്ടവൻ്റെ അത്തപ്പട്ടിണിക്കാരൻ്റെയും അത്താഴപ്പട്ടിണിക്കാരൻ്റെയും പണം കൊണ്ടുണ്ടാക്കുന്ന, അവർ കാണിക്കയിടുന്ന പൈസയിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് മോഷണം നടക്കാതെ വീടിനെ സൂക്ഷിക്കാനാണ്. എന്താണ് പറയുക, എന്താണ് മറുപടി എന്നറിയില്ല. മകനെക്കൊണ്ട് ദണ്ടും അതുപോലെ തന്നെ ജപമാലയുമൊക്കെ സ്വർണം പൂശാനെന്ന് പറഞ്ഞെടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ വളരെ ലാഘവത്തോടുകൂടി സംസാരിച്ച് തെറ്റുകൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, തെറ്റുകളെ ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല, പൊതുജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുകയാണ്, പല്ലിളിക്കുകയാണ്. ശബരിമലയിലെ എന്ത് തൊട്ടാലും അഴിമതി എല്ലാം സമഗ്രമായി അന്വേഷിക്കപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കാം. പക്ഷേ മുൻ വിജിലൻസ് ഓഫീസർ ചാനലുകളിൽ പറഞ്ഞതുപോലെ ഒന്നും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. നടന്നില്ലെങ്കിലും അത്ഭുതമില്ല.